ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക്, എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസും UDF-ഉം സജ്ജമെന്ന് AP അനിൽകുമാർ MLA. നിലമ്പൂരിൽ കോൺഗ്രസ് നേതൃത്വ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2016 നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനാണ് മുൻഗണനയെന്നും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള അനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം ഒരു വിഷയമല്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. KPCC നൽകുന്ന ലിസ്റ്റ് പരിശോധിച്ച് ഹൈക്കമാൻഡ് ആയിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. PV അൻവറുമായുള്ള തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടി നേതൃത്വമായിരിക്കും തീരുമാനിക്കുക. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രശ്നവുമില്ല. ആര് സ്ഥാനാർത്ഥിയായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. LDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കഴിഞ്ഞ 9 വർഷം നിലമ്പൂരിനെ പിന്നോട്ട് നയിച്ച പിണറായി സർക്കാരുകൾക്ക് എതിരെയായിരിക്കും മുഖ്യമായും പ്രചരണം നടത്തുക എന്നും അനിൽകുമാർ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, സമയം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സംഘടനാപരമായി ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ പഞ്ചായത്തിലെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ UDF-ന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തലും മണ്ഡലം പഞ്ചായത്ത് തലത്തിലുള്ള ഏതെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം വിളിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായി 2016 നഷ്ടപ്പെട്ട നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഒരു സാധാരണ വിജയമല്ല, ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും ഇവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത്. ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു. എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും ബൂത്ത് തലത്തിൽ തന്നെ പല യോഗങ്ങൾ തരാൻ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോടു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക, വിജയിക്കുക, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക. ഇതായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാണ്. ഒരു സ്ഥലത്തും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല. കഴിയുന്നത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു ഉത്തരവ് പറയാം. അതിനകത്ത് യാതൊരു പ്രയാസവും ഉണ്ടാകും. ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. അതിനെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. പക്ഷെ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട്. KPCC സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ, ഒരാളാണോ, രണ്ടാളാണോ, രണ്ടിൽ കൂടുതൽ ആളുകളാണോ, ആ ലിസ്റ്റ് KPCC ഡൽഹിയിലേക്ക് കൊടുക്കണം, AICക്ക് കൊടുക്കണം. AICC അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം. അപ്പൊ അതിന് ആവശ്യമായ ഒരു സമയം ഉണ്ടല്ലോ. ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല. AICC ആണ്, ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. അതിൻ്റെതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ എടുക്കൂ. ഒരു തർക്കവുമില്ല. UDF വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത്. എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ്. 2016 നഷ്ടപ്പെട്ടു. 2021 ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് LDF വിജയിച്ചത്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും.
തീർച്ചയായിട്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ വളരെ UDF-ന്റെ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തിൽ വളരെ സജീവമാണ്. പക്ഷെ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അതിനും നേരിടുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ഞാൻ പറയട്ടെ, അതിനകത്ത് KPCC ആണ്. ഞാൻ പറഞ്ഞു KPCC ആണ് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് KPCC അതിനകത്ത് ലിസ്റ്റ് ഡൽഹിയിലേക്ക് കൊടുക്കും, AICC കൊടുക്കും. ഹൈക്കമാൻഡ് ഇവിടുത്തെ നേതാക്കളുമായി ആലോചിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഈ നിമിഷം വരെ കോൺഗ്രസ് അത്തരം കാര്യങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ AICC നടത്തണം. AICCക്ക് ഒരു തെരഞ്ഞെടുപ്പ്, അത് പൊതു തെരഞ്ഞെടുപ്പായാലും അതുപോലെ ബൈ ഇലക്ഷൻ ആയാലും നടത്തുന്ന ചില നടപടിക്രമങ്ങൾ അതൊക്കെ നടന്നുണ്ടായിരിക്കാം. പക്ഷെ മറ്റു ചർച്ചകൾ കഴിഞ്ഞ 8.5 വർഷം MLA ആയിരുന്ന PV അൻവറിനെ ഒപ്പം നിർത്തി നിലമ്പൂരിന്റെ വികസന പിന്നോക്കാവസ്ഥ എങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചരണമാക്കുമെന്ന ചോദ്യത്തിന് അനിൽകുമാർ വ്യക്തമായ മറുപടി നൽകിയില്ല. തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ ലഭിക്കുമെന്നും ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് പറയില്ലെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം തേടാൻ സാധ്യതയുള്ള KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്, DCC പ്രസിഡന്റ് VS ജോയ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, KPCC ജനറൽ സെക്രട്ടറി VK സലീം, നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തടത്തിൽ, NA കരീം, VA കരീം, A ഗോപിനാഥ് തുടങ്ങിയവരും പങ്കെടുത്തു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്സ് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല. സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.